ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഞാനാട്ടോ ഹർഷായിന്ന് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കണ്ട് വരാവേ. എൻ്റെ രാവിലെ എന്ന് പറയുന്നത് ഒരു കട്ടൻ കാപ്പിയും ഒരു ചൂലും കൊണ്ടാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ മിറ്റവും അകവും എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടും കേട്ടോ. കാര്യം കുഞ്ഞെണീക്കുന്നതിന് മുന്നേ അതൊക്കെ വൃത്തിയാക്കിയിടുകയാണെങ്കിൽ അവന് കളിക്കാനുള്ളൊരു ടൈം കിട്ടും. പിന്നെ ഞാൻ നേരത്തെ ആ കഥകിൽ കൊണ്ട് കൊളുത്തിയിട്ട സാധനം എന്ന് പറയാമോ, അത് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ കൈയൊന്നും കഥകിൻ്റെ ഇടക്ക് വെച്ച് അടയ്ക്കാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗുണമുള്ള സാധനം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ മീഷോയിലൊക്കെ കിട്ടുമേ. ഇന്ന് അരിക്കോട്ടൻ പതിവിൽ നേരത്തെ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ കൊണ്ട് ആൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ജോലികളൊക്കെ ഇങ്ങനെ ചെയ്ത് മാറ്റി വെക്കാറാണ് പതിവ്. ഹരി ഇങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറും പിന്നെ എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ. പിന്നെ ഞാൻ ഒരു സമയത്തിലധികം ഞാൻ അടുക്കളയിലൊക്കെ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഹരിക്ക് അങ്ങ് ബോറടിച്ചിട്ട് വന്ന് എന്നെ ഉന്തിയും തള്ളിയൊക്കെ അവിടെ വന്ന് ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്ത് ജോലി ചെയ്താലും ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ എന്താ, അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. അമ്മയും കുഞ്ഞുങ്ങളും ഉള്ളിടത്ത് അമ്മമാരുടെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുമല്ലേ. അതൊരു സമയം വരെ ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്കത് പല രീതിയിലുള്ള ഇമോഷൻസ് സത്യം പറഞ്ഞാൽ കടന്നു പോണത്. ചില സമയത്ത് ഒത്തിരി വാശി പിടിക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുക്കളയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പം എണ്ണ ചൂടാകലും വെള്ളം ചൂടാകലും ഒക്കെ തന്നെയാണല്ലോ അടുക്കളയിൽ. ആ സമയത്തൊക്കെ ഹരി അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഒത്തിരി സൂക്ഷിച്ച് ചെയ്യാറുള്ളേ. പിന്നെ അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വാശി പിടിക്കുമ്പോൾ ഞാൻ പിന്നെ കുറേയൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഹരിനെ കയ്യിലെടുത്തുകൊണ്ട് വെച്ച് ഓരോരോ കാര്യങ്ങളും ചെയ്യും. ഹരിക്ക് ഞാൻ പാത്രം കഴുകുന്നത് കേട്ടോ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമേ. ആ സമയത്ത് വന്നേച്ചും പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഞാൻ അതങ്ങ് എങ്ങനെയാ ഒന്ന് ഓവർകം ചെയ്യുന്ന വെച്ചാൽ പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ അങ്ങനെ എല്ലാം എന്തെങ്കിലുമൊക്കെ കളിക്കാൻ കൊടുത്തു വിട്ടേക്കും. അങ്ങനെ അതുമായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കറങ്ങി തിരിഞ്ഞ് ആൾ വരും. ആൾ വന്നിട്ട് പിന്നെ ഒട്ടും ഞാൻ വരുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ഹരിക്കുട്ടൻ എന്താ വെച്ചാൽ ഞാൻ ആ നിൽക്കുന്നതിൻ്റെ ഇടക്കൂടെ കയറി എന്നെ ഉന്തിത്തള്ളി കൊണ്ടുപോകല കേട്ടോ പരിപാടി. ഈ കാണുന്ന പരിപാടി തന്നെ എപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കൂടെ പോയിരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഞാൻ വരും. ചില സമയത്ത് ഇതേപോലൊക്കെ എടുത്ത് വെച്ചിരുന്ന് അതൊക്കെ അങ്ങ് പെട്ടെന്ന് ചെയ്ത് തീർക്കും. കാര്യം നമ്മളും ഇത്രയും ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളും റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമല്ലേ നാളത്തേക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം ഞാൻ പെട്ടെന്ന് ജോലികൾ തീർത്ത് വെക്കാൻ നോക്കും. പിന്നെ ഈ പെർഫെക്ഷൻ എന്നുള്ള സാധനം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ എത്ര ചെയ്താലും എനിക്കതൊരു പെർഫെക്റ്റ് ആകുന്നവരെ ഞാനത് ചെയ്ത് വൃത്തിയാക്കി വെക്കും. എനിക്കിങ്ങനെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നതും മുറ്റം എപ്പോഴും വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് എന്തായിരുന്നു, ചെമ്മീനും അയിലയുമായിരുന്നു. അപ്പം അയില ഞാൻ ഇന്ന് എടുക്കത്തില്ല, നാളത്തേക്ക് ഞാൻ അയില എടുക്കത്തുള്ളൂ. ഇന്ന് ചെമ്മീൻ എടുക്കും. പക്ഷേ അയില ഞാൻ 2-3 എടുത്ത് വറുക്കുന്നുണ്ട്. കാര്യം ഹരിക്കുട്ടനും എനിക്കും കഴിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് അച്ഛനില്ല, അച്ഛൻ ജോലിക്ക് പോയി. അഞ്ചുമില്ല, അഞ്ചു ജോലിക്ക് പോയി. അപ്പോൾ എന്തായാലും വൈകിട്ട് ഇനി ഇവർ രണ്ടുപേരും വരത്തുള്ളൂ. അപ്പോൾ ഇന്നലെ വരെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അച്ഛന് ജോലിയുള്ളതുകൊണ്ട് അച്ഛനങ്ങ് പോയി. അങ്ങനെ ചോറെല്ലാം വെന്ത് അത് ഞാൻ പയ്യെ അടച്ചിടുക കേട്ടോ. ഹരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയം തക്കം നോക്കിയാണ് കേട്ടോ ഞാൻ അടച്ചിടുന്നത്. ഇല്ലെങ്കിൽ അവിടെ വന്നിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കും. പിന്നെ അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. കാര്യം ചൂടുവെള്ളം ദേഹത്ത് വീണാൽ അത്രമാത്രം പൊള്ളുമെന്ന് ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ ദേഹം പൊള്ളിയപ്പോൾ ഞാൻ കണ്ടതാണ്. എന്തോരം ബുദ്ധിമുട്ട്, എന്തോരം വേദന സഹിച്ചെന്നുള്ളത്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഉള്ളിൽ നിന്ന് വരുന്നൊരു ഭയമില്ലേ, അത് ഉണ്ടെനിക്ക്. അത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. പിന്നെ ഞാൻ 2-3 അയില എടുത്ത് വറുക്കാനായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. വറുത്ത മീനും ഒക്കെ ആയിട്ട് കഴിക്കുന്നത് ഹരിക്കുട്ടന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഭയങ്കര മീൻകാരനാണെന്ന് ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ്റെ ഊരായിരിക്കും. കാര്യം എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ദിവസം പോലും മീൻ കഴിക്കാതെ അച്ഛൻ ഇരിക്കത്തില്ല കേട്ടോ. എനിക്കൊന്ന് ആ ഊര് തന്നെയാണ് ഹരിക്കുട്ടന് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഞാൻ വരഞ്ഞ് ഇതേപോലെ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ചില സമയത്ത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചോ ചതച്ചോ ഒക്കെ ചേർക്കാറുണ്ട്. ഇടയ്ക്കേ ചെയ്യാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ നോർമലായിട്ട് ഇതേപോലെ തന്നെ കേട്ടോ വറുക്കാറ്. പിന്നെ എന്താ, കുറച്ച് എരിവ് കുറച്ചുമായിരിക്കും ഞാൻ എപ്പോഴും വറുക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഫ്രൈ ആക്കി എടുക്കത്തുമില്ല. കാര്യം ഹരിക്കും കൂടെ കഴിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. കറക്റ്റ് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഭക്ഷണ രീതികളിൽ ഒത്തിരി ഉപ്പും എരിവും മസാലയൊക്കെ ഒത്തിരി ഞാൻ കുറച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്.
ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഹരിക്കുട്ടനുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പണ്ട് ഹരിക്കുട്ടൻ ഇതിലും ചെറുതായ സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ വെജിറ്റബിൾസ് ഇതേപോലെ തന്നെ ചോറുമായിട്ട് കുക്കറിലിട്ട് വേവിച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അത് കഴിക്കുമായിരുന്നു. ഇപ്പം ഭക്ഷണ രീതിയൊക്കെ ഹരിക്കുട്ടന് ഒത്തിരി വ്യത്യാസപ്പെട്ട്. കാര്യം ഒന്നും കഴിക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. എന്ത് കൊടുത്തിട്ടും കഴിക്കുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ചെല്ലട്ടെ എന്ന് കരുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു തക്കാളി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ കോളിഫ്ലവർ, പിന്നെ ചുവന്നുള്ളി, പിന്നെ കുറച്ച് ഒരു പിടി പരിപ്പ് ഞാൻ വേവിച്ച് ഒരു 3 വിസിൽ എടുത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് ആദ്യമേ. അധികം ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ ചുവന്നുള്ളി ഞാൻ അധികം ചേർക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. സവാള അധികം കുറച്ചിട്ട് ചുവന്നുള്ളിയാണ് ഞാൻ ചേർക്കാറ്. കാരണം വെച്ചാൽ ഈ ചുവന്നുള്ളി കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹരിയെ കാണിക്കാൻ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അതുപോലെ നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഓംലെറ്റ് കഴിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള അരിയാൻ നിൽക്കാതെ 2 കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ട് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് ഹരിക്കുട്ടിന് കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും പയറുവർഗ്ഗവും കൂടെ ഉള്ളിൽ ചെല്ലണമല്ലോ. 1 പിടിയോ 2 പിടിയോ കഴിക്കുന്നത് ഇച്ചിരി നല്ല ഭക്ഷണങ്ങൾ ഉള്ളിൽ ചെല്ലട്ടെ എന്ന്. 1 പിടിയോ 2 പിടിയോ കഴിക്കത്തുള്ളൂ, അത് വേറൊരു കാര്യം. അത് നല്ല ഭക്ഷണങ്ങൾ ചെല്ലട്ടെ എന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ കുറച്ച് പരിപ്പെടുത്ത് വേവിച്ച് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് മാറ്റിയ ശേഷം ആ സെയിം കുക്കറിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കുറച്ച് ജീരകം ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് വെച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു കുറച്ച് പരിപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വിസിൽ നന്നായിട്ട് 2-3 വിസിലായി കഴിയുമ്പോഴത്തേക്ക് നല്ല ശരിക്കും വേകും. ആ ഒരു രീതിക്കാണ് ഞാൻ എടുക്കുന്നത്. അതായത് പരിപ്പ് കറിയാണോ ചോദിച്ചാൽ അല്ല, വെജിറ്റബിൾ കറിയാണോ ചോദിച്ചാൽ അല്ല. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള കറിയാകട്ടെ. ഹരിക്കട്ടെ കുഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന ഫുഡാണ് കേട്ടോ ഇത്. ഈ ഉച്ചക്ക് ഞങ്ങളുടെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ഇപ്പോൾ കറി ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ, വൈകിട്ടത്തേക്കും പിന്നെ നാളത്തേക്കുമായിട്ട്. കരിക്ക് നാളെ ഒന്ന് അമ്പലത്തിൽ പോകുക, അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട്. എനിക്ക് ഈ ടൈം വരെ ഉണ്ടല്ലോ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഒരു മൂഡില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ. കാര്യം ഹരിക്കോട്ടെ 2 പിടി ചോറ് പോലും കഴിക്കാൻ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നു. അത് അങ്ങനെ ഞാനും ഹരിക്കുട്ടനുമായിട്ട് ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സങ്കടമായിപ്പോയി. സങ്കടം എന്ന് വെച്ചാൽ ഹരിക്കുട്ടൻ ഫുഡ് കഴിക്കാത്തതിൻ്റെ സങ്കടം അങ്ങനെ ആയിപ്പോയി. പിന്നെ മനസ്സങ്ങ് ഡൗൺ ആയിപ്പോയി കേട്ടോ. പിന്നെന്താ, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വഴക്കമൊക്കെ കിട്ടി ഭക്ഷണം കഴിക്കാൻ. കാര്യം എനിക്ക് ഹരിക്കുട്ടൻ ഇപ്പോൾ ഇങ്ങനെ കുസൃതി എടുക്കുന്നതില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. കാര്യം അത് അവൻ്റെ കുഞ്ഞിലത്തെ സ്വഭാവമാണ്, അവൻ കാണിച്ചോട്ടെ. പക്ഷേ അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാകും. ആ സമയത്ത് ഞാൻ ഹരിക്കുട്ടനെ വഴക്ക് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സങ്കടമായി. പിന്നെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മൊത്തത്തിൽ എനിക്ക് മനസ്സ് തന്നെ അങ്ങ് ശരിയല്ലാതായിപ്പോയി കേട്ടോ. പിന്നെ വീഡിയോ എടുത്തതല്ലേ, അത് ഫുള്ളാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വീഡിയോ അങ്ങ് എടുക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുന്നേ തന്നെ ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. ആ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലോട്ട് മുരിങ്ങയ്ക്ക, പിന്നെ മാങ്ങ, കൊച്ചുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി വേവിച്ചെടുക്കുക കേട്ടോ, ഉപ്പും കൂടെ ചേർത്തിട്ട്. പിന്നെ തേങ്ങ ചിരണ്ടി തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നല്ല ജീരകം ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് ഈ അരപ്പങ്ങ് ചേർത്ത് നന്നായിട്ട് കുറച്ചും കൂടെ വെള്ളവും കൂടെ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും കറി റെഡിയാകും. പിന്നെ ഈ കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കടുക് ഉലുവയും കൂടെ എണ്ണയിലിട്ട് പൊട്ടിച്ച് ഇതിലോട്ട് ചേർക്കാം. പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്യും. കാര്യം എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഈ മുളകും തേങ്ങയും അരച്ച് വെക്കുന്ന കറികളിലൊന്നും കടുക് പൊട്ടിച്ച് ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അത് അങ്ങനെ ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ടേസ്റ്റ് ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ കറിയൊക്കെ റെഡിയായി കേട്ടോ. കറി റെഡിയായി വന്നപ്പോഴത്തേക്കും എനിക്ക് അതിന് 3-3:30 ആയിട്ടുണ്ട്. ആകാശത്ത് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഏരിയയിൽ ഇനി വരാൻ പോകുന്ന കുറേ മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.